ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കോഫി വിത്ത് അഭിഷേകിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത് മറ്റാരുമല്ല, ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 7 ഒരു ഓൾ റൗണ്ടറാണ്. പുള്ളി ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്, മോഡലാണെന്ന് അവകാശപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഡാൻസറാണ്, സൂംബ ട്രെയിനറാണ്. അങ്ങനെ എല്ലാം കൊണ്ടൊരു സകല കലാവല്ലഭനാണ് വന്നിട്ടുള്ളത്. മറ്റാരുമല്ല, നെവിൻ ജോർജ്. നെവിൻ കപ്രീഷ്യസ് അംബ്രോസ് ആൻഡ്രോ ഡിസിൽവ മാത്താങ്കിരിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഈ കോഫി വിത്ത് അഭിഷേക് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി കോഫി വിത്ത് കറണ്ട് കോപ്പടിയാണെന്ന് മനസ്സിലാവുമല്ലോ. അതെ, അതെയല്ലോ. അപ്പോൾ നമ്മളത് മൊത്തം അങ്ങോട്ട് പകർത്തി വെച്ചിട്ടുണ്ട്, കോട്ട് മുതൽ. മനസ്സിലായി. ഇവിടെ ആരെ ഗസ്റ്റ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. അല്ല, നമ്മൾ കോഫി വിത്ത് കരണിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കരൺ ജോഹർ ഭയങ്കര ഇതും വേഴ്സാച്ചയുടെ ഗ്ലാസസ് ഒക്കെ ആയിട്ടാണല്ലോ. നമ്മൾക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ പറ്റിയത് വെച്ച് ഡാൻസ് കളിക്കുന്നത് പോലെ ആട് ഡാൻസ് കളിക്കല്ലേ. അങ്ങനെയല്ലല്ലോ, ആന വെച്ചിട്ട് വേറൊരു ഉണ്ടല്ലോ. ഇത് ഞാൻ എന്റെ വേർഷൻ ആക്കി. ഓക്കെ, അപ്പൊ നമുക്ക് നെവിൻ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് നെവിന്റെ ബിഗ് ബോസിലാണ് ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, എന്തിനാ ഇത്രക്കധികം വലിയ അല്ല, നമുക്ക് ആദ്യം നെവിൻ ആരാണെന്ന്, നെവിന്റെ ഒരു പാസ്റ്റ് എല്ലാം നമുക്ക് അറിയണ്ടേ. അതൊക്കെ പോട്ടെ, നെവിന് സുഖമാണോ ഇപ്പൊ? എങ്ങനെ പോകുന്നു ലൈഫ്? ബിഗ് ബോസിന് ശേഷം എങ്ങനെ പോകുന്നു? ബിഗ് ബോസിന് ശേഷം വളരെ നന്നായിട്ട് പോകുന്നു. ഒരുപാട് തിരക്കുകൾ, ഒരുപാട് പ്രോജക്ട്സ്, സിനിമകൾ, ഓഫേഴ്സ്. മാളിലൊക്കെ പോയ ഏത് മാളിലും പോയാലും നെവിനെ കാണാന്നാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ? സത്യമുണ്ട്. അത് പ്രോഗ്രാമിനും പോകുന്നുണ്ട്, അല്ലാതെ ഫാൻസിനെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ലബൂബു പിടിച്ചിട്ട് ഓരോ സ്ഥലത്ത് കാണുന്നു. എങ്കപ്പാത്താലും നീ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നെവിൻ ഉള്ളത്. അപ്പൊ നെവിൻ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഉള്ള നെവിന്റെ ലൈഫ് അത്ര എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ നെവിൻ എന്തായിരുന്നു ബിഗ് ബോസിന് മുന്നേ എന്താ ചെയ്തിരുന്നത്? എന്തായിരുന്നു വർക്ക്? അതറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? അല്ല, എനിക്ക് അല്ല, എന്തായിരുന്നു നെവിൻ? ഒരു സൂംബ ഡാൻസർ അങ്ങനെ. ബിഗ് ബോസിന് ശേഷം പ്രത്യേകിച്ച് ബിഗ് ബോസിന് മുന്നേ വലിയ പണിയൊന്നും എനിക്കുണ്ടായിരുന്നു. പക്ഷേ യു ആർ എ സൂംബ ട്രെയിനർ അല്ലേ? അത് ഞാൻ പറഞ്ഞത്. ഞാനൊരു സൂംബ ഇൻസ്ട്രക്ടർ ആയിരുന്നു. വളരെ ടാലന്റഡ്, വളരെ എനർജറ്റിക്, സ്വാഗ് ഒക്കെ ഉള്ളൊരു അടിപൊളി സൂംബ ഇൻസ്ട്രക്ടർ ആയിരുന്നു. പക്ഷേ ചില പ്രത്യേകതരം സാഹചര്യങ്ങൾ കൊണ്ട് എന്നെ പല സ്ഥലത്തു നിന്നും പുറത്താക്കി. കാരണം 2-3 പ്രാവശ്യം ഞാൻ ഉറങ്ങിപ്പോയി. കാരണം ഡിസിപ്ലിൻ ഇല്ലായ്മ. അത് പിന്നെ സൂംബ ട്രെയിനിങ് ഉള്ള ദിവസം മൂന്നാറിൽ പോയി വരിക, അതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ ക്ലയൻസ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് മൂന്നാറിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരിക, അങ്ങനത്തെ കുറെ ഇത് കൊണ്ട് നമുക്ക്. പക്ഷെ യു ആർ എ ഫാഷൻ ഡിസൈനർ ആസ് വെൽ അല്ലേ? അത് പറഞ്ഞു തീർത്തിട്ടില്ല. പറഞ്ഞോളൂ. അപ്പം കഥ പറയുന്നതിന് മുന്നേ തന്നെ വെടി വെക്കല്ലേ. ഓക്കെ, അപ്പം ഞാൻ സൂംബ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് എന്താ പറയുക, ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അതെ, ഒരു ആണ് സൂംബ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ പ്രശ്നം? അതായത് ഇപ്പം എനിക്ക് പല ക്ലാസ്സസും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബിക്കോസ് ഞാൻ ഒരു പുരുഷനായതുകൊണ്ട്. അതെ, ഒരു പുരുഷന്റെ ക്ലാസ്സിൽ പല സ്ത്രീകൾക്കും വരാനായിട്ട് മടിയുണ്ട്, ഡിസ്കംഫർട്ട്. ഇപ്പോഴും നമ്മളൊരു 2025 അങ്ങനെ ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ പല ഇവന്റ്സും എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ആ സെയിം ആൾക്കാർ തന്നെ എനിക്ക് മാടി വിളിക്കുന്നു ഒരു ക്ലാസ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ, ഞാൻ പേഴ്സണലി അങ്ങനെ ഗ്രഡ്ജ് വെക്കുന്ന ഒരാളല്ല. മനസ്സിലുണ്ടാകുമല്ലോ ഉറപ്പായിട്ടും. അല്ല, നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു ഹാപ്പിനെസ് ആണല്ലേ. അന്ന് നമ്മളെ അവോയ്ഡ് ചെയ്ത ആൾക്കാർ ഇന്ന് നമ്മുടെ പിന്നിൽ വരുമ്പോൾ നമ്മൾ അവരെ മൈൻഡ് ചെയ്യുമ്പോൾ തന്നെ അതൊരു എന്തായി, ഒരു സ്വീറ്റ് പ്രതികാരം പോലെയായി. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അവിടെ നിന്ന് നെവിൻ ബിഗ് ബോസിലേക്ക് എത്തുവാണ്. അപ്പോൾ നെവിൻ അങ്ങനെ വിചാരിച്ചിരുന്നു എന്നെങ്കിലും ബിഗ് ബോസിൽ എത്തും, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ മനസ്സിൽ? ഞാൻ ബേസിക്കലി ബിഗ് ബോസ് എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നോ പണ്ട് മുതൽ? നീ ഇടക്കിടക്ക് നെവിൻ വിളിക്കണ്ട, എന്നെ സ്ഥിരം വിളിക്കുന്ന പേര് വിളിച്ചാൽ മതി. അല്ല, നെവിൻ എല്ലാം സ്ത്രീലിംഗമാണ്. നെവിന്റെ പട്ടി ആണാണെങ്കിലും എടി എന്നേ വിളിക്കുള്ളൂ. പേനേനെ വരെ എടി പേനെ, എടി പാവക്കുട്ടി, അങ്ങനെയാണ്. ഒരു സ്ത്രീലിംഗത്തിലോട്ടാണ് എല്ലാം. എന്നെയും എടി എന്നാണ് നെവിൻ വിളിക്കാറുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം പുരുഷന്മാരെ ഇഷ്ടമല്ലായിരുന്നു നെവിൻ ഒരു കാലത്ത് അല്ലേ? സ്ത്രീകളെ ഇത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടങ്ങുന്ന. ഞാൻ പറയാം. ഇപ്പൊ ഡോക്ടർ ബിന്നി നൂബിളിനെ വിളിക്കുന്നത് എഡി എന്നാണ്. അതെ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഫ്രണ്ട് അഭിഷേകിനെ വിളിക്കുന്നത് എഡി എന്നാണ്. നീ ഫ്രണ്ടിനെ ഇപ്പൊ സ്ത്രീകള്
അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, എടാ 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 നീ ഇന്ന് വരുവോടാ, എന്നെ മിസ് ചെയ്യോടാ. ചെയ്യോടാ, എടാ ഇന്ന് സ്കൂൾ ബസ്സിൽ പോകുമ്പോ എനിക്ക് നീ 2 രൂപ തരുവോടാ, ഞാൻ കേട്ടിട്ടുള്ളതാ. അപ്പം ഒരു മെൻ അങ്ങോട്ടേക്ക് ഒരു പുരുഷനെ എടീന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞാൻ അതാ അതല്ല, ഞാൻ പ്രശ്നമായിട്ടല്ല. അല്ല, ഇപ്പൊ സ്ത്രീ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ഇതല്ലേ നമ്മുടെ അമ്മ ജനനം നൽകുന്ന. അപ്പൊ നമ്മൾ എടി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അല്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നെവിനെ ഇടയ്ക്ക് എടി എന്ന് വിളിച്ചു പോകും. അതിന് ഒരു തെറ്റില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല. എന്തായിരുന്നു? ബിഗ് ബോസിൽ എത്തും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ബിഗ് ബോസിൽ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് അഭിഷേക് ജയദീപിനെ കണ്ടുമുട്ടിയ അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ബിഗ് ബോസിൽ പോയിരിക്കും. എന്നെ കണ്ട ഫസ്റ്റ് വീക്കിൽ തന്നെ നെവിൻ പറഞ്ഞതാണ് എനിക്ക് അടുത്ത ബിഗ് ബോസിൽ പോകണം. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചു, അത് മാനിഫെസ്റ്റ് ചെയ്തു, അവിടെ എത്തി. അതും എത്തിക്കഴിഞ്ഞ് ഏറ്റവും നല്ലൊരു വിജയവും കൈവരിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. സോ ഐ എം റിയലി സന്തോഷമുണ്ടോടി? നല്ലോണം ഉണ്ടടി. അപ്പം ബിഗ് ബോസിൽ കയറി ചെന്നു, ഫസ്റ്റ് ഡോറ് തുറന്ന് നെവിൻ എൻറ്റർ ചെയ്യുന്നു. അപ്പൊ മനസ്സിൽ എന്തായിരുന്നു? ഭയങ്കര ടെൻഷൻ ആയിരുന്നോ, എക്സൈറ്റ്മെന്റ് ആയിരുന്നോ? അതോ നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോ എന്തോന്ന് നമ്മുടെ വീട് പോലെയാണ് നെവിൻ കയറി ചെല്ലുന്നത്. അപ്പൊ ഒരു ടെൻഷനും ഒരു ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടല്ല നെവിൻ അതിനകത്ത് ചെല്ലുന്നത്. എന്നിട്ടും അതിൽ ഏറ്റവും കൂൾ നെവിനായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തന്നെയാണ് കാര്യം. എന്താണ്? എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കിട്ടാനാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. അത് പുറത്തിറങ്ങിയപ്പോ നന്നായി കിട്ടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ പ്രോജക്ട്സിന്റെ കാര്യം കേട്ടോ. പ്രോജക്ട്സ് ആണെങ്കിലും ആൾക്കാരുടെ ഒരു സ്നേഹം നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ മനസ്സിൽ ഞാൻ ഇടം പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നെവിൻ എപ്പോഴും എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിൽ പോക്കോട്ടെ? പോലെ പറഞ്ഞു പറയൂ. അപ്പൊ ബാക്ക് ടു സുംബയില് ഞാൻ എക്സ്ക്യൂസ് മീ, നമ്മൾ സൂംബ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബിഗ് ബോസിനകത്തെത്തി. ഇനി സൂംബയിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് ചേർക്കണമെങ്കിൽ യു ക്യാൻ. എൻ്റെ ഫ്രണ്ട് കൃഷ്ണപ്രിയ ഇപ്പം കുറച്ച് ക്ലാസ് ഒക്കെ കൃഷ്ണപ്രിയക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം പാവമാണ്. നിങ്ങളുടെ സൂംബ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പേരുണ്ടോ? ഞാൻ 2 സ്റ്റുഡിയോസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദി ഫ്ലോർ ബൈ അരുണിമ ഗുപ്ത ആൻഡ് ഗ്രൂവ് വിത്ത് ഏജ്. ഒബ്വിയസ്ലി നമ്മുടെ ഭയങ്കര ക്ലോസ് ടു നമ്മുടെ ഹാർട്ടാണ് ഗ്രൂവ് വിത്ത് ഏജ്. നമ്മുടെ അതിലേക്കൊക്കെ നമുക്ക് വരാം അല്ലേ? നമുക്കിപ്പം ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ബിഗ് ബോസിനകത്ത് ഏതെങ്കിലും ഒരു ചിൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടോ നെവിന്? അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായി, എല്ലാ ടെൻഷനും മാറി, ഏറ്റവും ഇഷ്ടമുള്ള ബിഗ് ബോസിനകത്തുള്ള ഒരു സ്ഥലം അതേതാ? ആ സ്ഥലം എനിക്ക് മേക്കപ്പ് റൂമായിരുന്നു. മേക്കപ്പ് റൂമിന് ഒരു കോർണർ, ആ കോർണറിൽ മാത്രം ഒരു പ്രത്യേക തരം കാറ്റ് വീശും. ഒരു AC ഭയങ്കര ഫ്ലോയിലാണ് വരുന്നത്. അവിടെ കിടന്നിട്ട് അപ്പം നേരെ കിടന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ ഈ ഷോട്ട് കാണാറില്ല. അത് ഈ 2 കുഞ്ചിയൊക്കെ കെട്ടിയിട്ട് അവിടെ പോയി ഇരിക്കാറുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ട്. അതും ബിഗ് ബോസിൽ നമുക്ക് അറിയാത്ത, ഇപ്പം നമ്മൾ ലൈവ് കാണുന്നുണ്ട്, എപ്പിസോഡ് കാണുന്നുണ്ട്, പക്ഷെ ലൈവിലൊന്നും പുറത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു രഹസ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ സീസണിൽ? നിങ്ങളുടെ ഉള്ളിലുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്ടോ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിന് എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? എല്ലാം സത്യമായിട്ട് ഞാൻ ഒരു എപ്പിസോഡ് അല്ല, അങ്ങനെ പുറത്ത് വരുമ്പോൾ ഇപ്പോൾ ആൾക്കാർ പറയില്ലേ നെവിൻ ഇപ്പോൾ ഇത് ചെയ്തത് കണ്ടു, അത് ചെയ്തത് കണ്ടു, പക്ഷെ നെവിൻ ഒരു വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ആരും അറിയാണ്ട് പോയി, അങ്ങനെ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും ഒരു മിസ്. കാരണം നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴും ഒരു 90% നെവിൻ തന്നെയായിരുന്നു ആ എപ്പിസോഡ്. അതുകൊണ്ട് ഞാനത് മൊത്തം ഇരുന്ന് കാണുമായിരുന്നു. ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ എൻട്രിയും കണ്ടു, പിന്നെ ലാലേട്ടൻ്റെ കൂടെ ലാസ്റ്റത്തെ അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എപ്പിസോഡ് കാരണം ഞാനല്ലേ അവിടെ, നമുക്ക് ടൈമില്ല, ചെയ്ത കാര്യം എനിക്കറിയാമല്ലോ. അല്ല, പക്ഷെ നമ്മളെങ്ങനെയുണ്ട് സ്ക്രീനിൽ കാണാനൊന്നും അത് അത്രയും മനക്കെട്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല, കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ മൂവിങ് ഓൺ. നെവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്താണ്? ഈ കോഫി വിത്ത് അഭിഷേക് എന്ന് പറഞ്ഞിട്ട് കോഫി തണുത്ത് പോകുന്നതിന് മുന്നേ എടുത്തോളൂ. നമുക്ക് ഈ സിറപ്പൊക്കെ കുടിക്കുന്ന അല്ല, നമ്മൾ കോഫി ഷോട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ കോഫിയോടനുബന്ധിച്ച് തന്നെ നെവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫുഡ് അല്ലേ? നല്ല കാപ്പി അല്ലേ? ഞാൻ ഓക്കെ, താങ്ക് യു. എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഫിറ്റ് ചെയ്ത് ഞാൻ ബിഗ് ബോസിൽ എൻട്രിക്ക് ഇട്ടിരുന്ന ഡ്രസ്സായിരുന്നു.
അതിപ്പോ ഞാൻ ഒരു 10 കിലോ കൂടിയല്ലോ, അതുകൊണ്ട് എനിക്കത് ഇല്ല, ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ അഭിഷേകിൻ്റെ വീഡിയോസ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇരുന്ന് കാണും. ഒരു ദിവസം ഞാനും ഇതേപോലെ വരും എന്നൊക്കെ ഉള്ളത്. അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു. അങ്ങനെ പക്ഷേ ഞാൻ എന്താ പറയുക, ഞാനൊരു എന്താ ഒരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പലരും ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈവൻ സെലിബ്രിറ്റി ഫ്രണ്ട്സ് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് നെവിൻ എന്തിനാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. നെവിൻ ഒബ്വിയസ്ലി അത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നെവിനെ എൻ്റെ എല്ലാ പരിപാടിക്കും എല്ലാത്തും വരുമ്പോൾ പലരും അതിൻ്റെ ഇടയിൽ നെവിൻ എന്തിനാ, ഇപ്പം നമ്മൾ വളരെ ഫേമസ് ആയി നിൽക്കുന്ന സെലിബ്രിറ്റീസ് ഈവൻ നീ പോയി കഴിഞ്ഞിട്ട് എന്നോട് ഇവൻ എന്ത് യോഗ്യതയാണ് ബിഗ് ബോസിൽ പോകാനുള്ളതെന്ന് പറഞ്ഞവരുണ്ട്. അവരോടൊക്കെ ഇപ്പം ഞാൻ അവരോട് കമ്പനി ഇല്ല, അത്രേ ഉള്ളൂ അല്ലേ. അതെ. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ഫുഡിനെ കുറിച്ചായിരുന്നു അല്ലേ. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നെവിന് ഫുഡ് കട്ട് തിന്നൽ ഒരു ഭയങ്കര എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതെന്തായിരുന്നു അങ്ങനെ കട്ട് തിന്നാൻ മാത്രം ഉണ്ടായിരുന്നത്? അതിനകത്ത് ഫുഡ് കുറവാണോ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. അതിനകത്ത് ഫുഡ് ബേസിക്കലി റേഷനായിട്ട് തന്നെ കിട്ടുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെസ് റിലീഫായിരുന്നു. ലൈക്ക് നമുക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ കടലിൽ പോവാം, കടലിൽ തിരയേണ്ടിയിരിക്കാം, കപ്പലണ്ടി വറുത്ത് തിന്നാം. അതിൻ്റെ അകത്ത് എനിക്ക് ഫുഡ് മാത്രം, എനിക്ക് ഫുഡൊരു സ്ട്രെസ് റിലീഫായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കട്ടു. പുറത്ത് എനിക്ക് ഫുഡ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം എനിക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കാമല്ലോ. അതെ, അല്ല അപ്പം അതിനകത്ത് മിസ് ചെയ്തല്ലേ ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്തതും മന്തി, അതിന് പകരം തക്കാളി എല്ലാം വെച്ച് അങ്ങനെ എല്ലാം. ഞാൻ കുക്കിംഗ് ഞാൻ ബേസിക്കലി അറിയാലോ, ഞാൻ ബേക്ക് ചെയ്യും. പക്ഷെ ഞാൻ കുക്കിംഗ് ഞാൻ അവിടെ വന്നിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുക്കിംഗ് വീഡിയോസ് കാണുമായിരുന്നു. ഇഷാൻ ജിയോ, അതൊരു യൂട്യൂബറാണ്. ഹലോ, വെൽക്കം ടു മൈ വീഡിയോ, മൈ നെയിം ഈസ് ഇഷാൻ ജിയോ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വീഡിയോ. അധികം വലിപ്പിക്കാതെ ഇങ്ങനെ കുഞ്ഞതായിട്ട് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്യുമായിരുന്നു. നെവിൻ ഓൾറെഡി കുക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കുക്കിംഗ് വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾ പല ആൾക്കാർ കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഓരോ കിച്ചൺ ക്യാപ്റ്റനിലും ഓരോ ആൾക്കാർ വരുമ്പോൾ അവരുടെ ഫുഡ് ഡിഫറെന്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നെവിൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ ഫുഡായിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഡിഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒനീലേട്ടൻ്റെ പ്രിപ്പറേഷൻ ഇഷ്ടമാണ്. ഒനീലേട്ടൻ വലിയൊരു ഷെഫാണല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ജിഷിൻ. അവരെന്തെങ്കിലും വെച്ചൊരു പെർട്ടിക്കുലർ ഒരു ഡിഷോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ഭയങ്കര ഇഷ്ടമായത്, ഒരു റിലീഫ് തന്നത്? അതിനകത്ത് റിലീഫ് തന്നത് ഇഞ്ചി വെച്ചിട്ട് വൈനുണ്ടാക്കി. ഇഞ്ചി വെച്ചിട്ട് വൈനുണ്ടാക്കി? അതിനകത്ത് വൈനുണ്ടാക്കിയോ? അതെ, അത് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ചിലപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇഞ്ചി വെച്ചിട്ട് വൈനുണ്ടാക്കിയതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഫുഡിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ 3 പേരൊരു കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ലൈവിൽ എന്താണ് അടുത്ത പ്രശ്നം, എന്താണ് അടുത്ത പ്രശ്നം എന്ന് നോക്കി നമുക്ക് യൂട്യൂബിൽ എടുത്തിടാമല്ലോ അതിനെക്കുറിച്ച്. അപ്പം അതെന്ത് പറ്റി? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കിച്ചൺ ക്യാപ്റ്റൻ്റെയും ഹൗസ് ക്യാപ്റ്റൻ്റെയും ഒരു അഹങ്കാരം അങ്ങോട്ട് തലക്ക് പിടിച്ചതിൻ്റെ ഒരു ബാധ കയറിയ എനിക്ക് എന്തെന്നില്ലാത്തൊരു പ്രത്യേകതരം ബാധയായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്താ, ഞാനിപ്പോൾ ഇൻ്റർനാഷണലി ഫേമസ് ആയില്ലേ, പോർച്ചുഗീസ് ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ് മറ്റേ ഐൻസ്റ്റണ്ട് നടന്നില്ല, അരിമോൾഡേൻ്റെയും അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഇഷ്യൂസിലേക്ക് ഒന്നും പോകണില്ല. നമുക്ക് നല്ല ഫൺ കാര്യങ്ങൾ. അത് ഇഷ്യൂസ് അല്ല, ഇപ്പം അത് കാണുമ്പോഴത്തേക്കും നല്ല രസമായിട്ടല്ലേ. ഇപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് അന്ന് അതിൽ സംഭവിച്ചതൊക്കെ ഇപ്പം എത്ര ഒരു കോമഡിയാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഫുഡിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നപ്പോൾ എന്താണ് ഫസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഉടനെ സ്വിഗ്ഗി എടുത്ത് ഓർഡർ ചെയ്ത് കഴിച്ചത്, അല്ലെങ്കിൽ പോയി കഴിച്ചത് എന്താണ്? ഞാൻ പോയി കഴിച്ചത് ചട്ടിച്ചോറ്. ചട്ടിച്ചോറാണോ ഏറ്റവും ഇഷ്ടം? കുഴിമന്തി കഴിച്ചു, പക്ഷെ എനിക്ക് ചട്ടിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് കുഴിമന്തി ഇപ്പോൾ കഴിച്ച് ഓക്കെ കിട്ടിയ KKPP ഇപ്പം ചട്ടിച്ചോറ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇതെല്ലാം ഉണ്ടല്ലോ ചട്ടിച്ചോറ്. ഇപ്പോൾ നമ്മൾ ചട്ടിച്ചോറ് എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീ ഇപ്പോൾ പറഞ്ഞില്ലേ ചട്ടിച്ചോറാണ് ഇഷ്ടം, അപ്പം തന്നെ ഒരു ചേച്ചി ഒരു ചട്ടി എടുത്ത് വെക്കും. നീ ഇപ്പോൾ ചട്ടിച്ചോറ് ഇഷ്ടം മുകളിലും അടിയിലൊരു ചേച്ചി അപ്പം തന്നെ ചോറിടും, അതിൽ മീൻ പൊരിച്ച് വെക്കും. അങ്ങനെ ഒരു ഷോർട്സ് അപ്പം തന്നെ. അപ്പം നീ കുറച്ച് എൻജോയ് ചെയ്ത് പറഞ്ഞത് ചട്ടിച്ചോറ്, അതിൽ മീൻ വെച്ച് അങ്ങനെ രസവാ. ചട്ടി കാണുമ്പോൾ തന്നെ എടുത്തിട്ട് തലക്കടിക്കുക, അല്ല തിന്നാൻ തോന്നും നമുക്ക്. ഓക്കെ. അപ്പം പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുള്ളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലേ? ഇപ്പം നോക്കുകയാണെങ്കിൽ നെവിൻ ഉണ്ട്, ഒനീലേട്ടൻ ഉണ്ട്, അക്ബർ ഉണ്ട്, ആര്യൻ, അങ്ങനെ നിങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഗ്രൂപ്പിസ് എന്ന് പറയുന്നില്ല, ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്നതും പുറത്ത് വന്നപ്പോൾ ഫസ്റ്റ് ഫോൺ എടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ വിളിച്ചത് അങ്ങനെയുള്ള വ്യക്തി ആരാ?
ഞാൻ ഗസ് ചെയ്യട്ടെ, ആ. ഒനീലേട്ടനാണോ? അല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് ആരും വിളിക്കാൻ പറ്റിയില്ല. അവരെന്നെ ഇങ്ങോട്ടേക്കാണ് വിളിച്ചത്. ആരാ ആദ്യം വിളിച്ചേ? എന്നെ ആരും വിളിച്ചു, ജിസേൽ വിളിച്ചു. അരുൺ ജിസയിലാണോ ആദ്യം വിളിച്ചേ? ആ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ശൈത്യ വിളിച്ചു. ഓക്കെ. ശൈത്യ വിളിച്ചു. അതിൽ നിനക്ക് ഏറ്റവും മിസ് ചെയ്തത് ആരോ? അയ്യോ, എനിക്ക് പുറത്തിറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് അവരുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു, അങ്ങനെ തോന്നിയത് ആരാ? എനിക്ക് തോന്നിയത് ജിസേൽ. ഓ, യാ. ജിസയിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അക്ബറിൻ്റെ ഏറ്റവും ലാസ്റ്റല്ലേ ഞങ്ങൾ കണക്റ്റ് ആവുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജിസേൽ. പക്ഷേ ജിസേലിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. കാരണം ജിസേൽ പോയി, ഇന്ത്യ വിട്ടു പോയി, മുംബൈയിലോട്ട് മുംബൈയിൽ. പിന്നെ അതുമല്ല, നമുക്ക് തിരക്കെന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതല്ലോ. ഇപ്പോൾ അല്ല, എല്ലാവർക്കും തിരക്കുണ്ട്. അപ്പോൾ ഇവൻ എൻ്റെ കോള് ഇപ്പം ഞാൻ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഞാൻ അത് ഒരു സംഭവമായിട്ട് ഞാൻ ജിസേലിൻ്റെ കാര്യമല്ല പറയുന്നത്. മനസ്സിലായി. ഇവൻ ബിഗ് ബോസിന് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ടൈം പീരീഡ് നമുക്ക് അങ്ങനെയാണെന്നാണ് ഞാൻ വിളിച്ചിട്ട് എടുക്കാൻ പറ്റില്ല, റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ജിസേലിനെ, ആര്യൻ ജിസേലൊക്കെ ഒരു നല്ലൊരു പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഇപ്പോഴും? ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്തായിരുന്നു, വിളിച്ചായിരുന്നു. എന്നെ ജിസേല് ഹയാത്തിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റപ്പിന് വിളിച്ചു. അപ്പം എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒനീലായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. കൊച്ചിക്കാരനാണ്. ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിയും ഒരു ബ്രദർലി ഫീലിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രദർലി ഫീലിംഗ് ആണ്. അപ്പൊ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനൊരു പേരുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് നെവിൻ, ജിസേല്, ഒനീലേട്ടൻ ഇവരെല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിന് വാട്സാപ്പ് ഗ്രൂപ്പിന് എന്ത് പേരിടും? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഒരു രസകരമായിട്ടുള്ള ഒരു പേര്. ഞാനും മാത്താങ്കിരി എന്ന് മാത്രം അല്ലല്ല, ഞാനും ആര്യനും അക്ബറുമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തൃശൂല വ്യൂഹം എന്നുള്ളൊരു സാധനം. തൃശൂല വ്യൂഹം എന്താ 3 പേരുടെ തൃശൂല വ്യൂഹം. ഓക്കെ. അങ്ങനെ ഉണ്ടോ? ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെ ഗ്രൂപ്പില്ല. ഗ്രൂപ്പിന് വന്നിട്ട് ക്രിയേറ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ. അതിപ്പോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സമയം പോലും ഇപ്പം ഇല്ല. ഭയങ്കര ബിസിയാണ്. ഗ്രൂപ്പിൽ എന്നെയും കൂടി ആഡ് ചെയ്യോടാ. പാവം. നിനക്കറിയില്ലേ, നമ്മള് ബിഗ് ബോസ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം തിരക്കായിരിക്കും എന്നുള്ളത്. കുറച്ച് ദിവസം നിന്ന് എനിക്ക് തന്നെ തിരക്കാം. അപ്പൊ നിങ്ങൾ ഫിനാലെ എത്തിയ ആൾക്കാർക്ക് എത്ര തിരക്കാവുന്ന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഫിനാലെക്കാരുടെ. ഓക്കെ. അപ്പൊ എന്താടാ അല്ലേ നമുക്ക് തിരക്കാവുമ്പോ ഫൈനൽ 5 എന്താ ദുബായിലോട്ട് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ലബൂബുമായിട്ട് പോകുന്നു, അങ്ങനെ കുറെ തിരക്കുകളുണ്ടല്ലോ അല്ലേ? നീ ഹാപ്പിയാണോടാ ഞാൻ ഫൈനൽ 5 ഞാൻ ഹാപ്പിയാണോന്ന് ഞാൻ പറയണില്ല. ഇതിൽ കമന്റ്സ് നിന്റെ ഫാൻസോ നമ്മുടെ സ്ലേവിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, അത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു നമ്മുടെ വീഡിയോസ് മാത്രമായിട്ടുള്ള ഒരു പേജ് ഉണ്ട്, അറിയോ? അത് ഇടയ്ക്കൊന്ന് അതും കൂടി ഒന്ന് സാറ് ഒഴിവ് കിട്ടും. തീർച്ചയായും. ഓക്കെ. അപ്പം എൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങി നെവിന് വ്യത്യാസമുണ്ടോ? ആ നെവിൻ തന്നെയാണോ ഇപ്പോഴും, അതോ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ ബിഗ് ബോസിൻ്റെ അകത്ത്? എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്താണത്? അതായത് നമ്മൾക്ക് ആവശ്യമുള്ളതിന് മാത്രം പ്രതികരിക്കാനായിട്ടുള്ളൊരു ക്വാളിറ്റി എനിക്ക് ഉണ്ടായി. നമ്മളുടെ എനർജി എവിടെ പ്ലേസ് ചെയ്യണം, എവിടെ ഉപയോഗിക്കണം എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് എനിക്ക് ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം ഉണ്ടായി. കാരണം ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പ്രതികരിക്കാം, പക്ഷെ ഞാൻ ഭയങ്കര കൂൾ മൈൻഡ്, അതറിയാമല്ലോ. ഉണ്ട് അല്ല, പക്ഷെ ഞാൻ ബിഗ് ബോസിന് മുന്നേ കണ്ട നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹൈപ്പർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നെവിനൊരു ഒതുക്കം വന്നിട്ടുണ്ട്. അത് ശരിയാട്ടോ, അത് അരുണിമ മാം പറഞ്ഞായിരുന്നു. ഒരു ഒതുക്കം വന്നിട്ടുണ്ട് നിനക്ക്. അതെന്താ കാര്യം? എന്താ ഇത് ബിഗ് ബോസിലുള്ളതാണോ അത് ബിഗ് ബോസിന് ശേഷം പുറത്ത് വന്നിട്ട് നെവിൻ ഒരു കുറച്ചൊരു ഒതുക്കം ഇൻ ദ സെൻസ് എന്താ പറയാ, ആട്ടം കുറഞ്ഞു. അത് നമ്മുടെ ചാനലിൽ അതിനെ പറയണ്ട, ആട്ടം കുറഞ്ഞു അത്ര. അതെന്താ കാര്യം? അതായത് ഇപ്പം ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാൻസ് അങ്ങനെ, ഇപ്പം കുട്ടികളെ എസ്പെഷ്യലി കുട്ടികൾ എൻ്റെ
എൻ്റെ വലിയൊരു ഫാൻസ് ആണ്. ഞങ്ങൾ കണ്ടു ഒരു ബാൻഡിൽ നിറയെ കുട്ടികള് ഹായ് നെവിൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് പോണത് അപ്പം കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്നെ ഇൻസ്പയർ ആയിട്ട് ഒരു 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 ജനറേഷൻ എന്തെങ്കിലും കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവണമല്ലോ. ഉറപ്പായിട്ടും. അപ്പം ഞാൻ കുറച്ച് കൺസേൺ ആണ്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, പിന്നെ അനാവശ്യ പ്രശ്നങ്ങളിൽ ചെന്നിട്ട് ഇപ്പൊ ഉത്തരങ്ങളൊക്കെ ചോദിക്കുമ്പോ കുറച്ചും കൂടി അങ്ങനെ ഒരു അല്ലേ ഒരു പീസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ എന്റെ അടുത്ത് മേലാൽ അങ്ങനെ ചോദിക്കരുതെന്ന് പറയുന്ന ആളാണ് ഇപ്പൊ ഇങ്ങനെ പറയണത്. അപ്പൊ അത് തന്നെ വലിയൊരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ പറഞ്ഞത് അവര് എന്റെ പറഞ്ഞിട്ട് പാരന്റ്സ് എന്നെ വന്നിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയും. അതെ അതെ അതെ. പക്ഷെ ഇല്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് കുറെ നേരമായി ഇത്. എടാ ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൈക്ക് ഉണ്ടാവും, ഇത് ഇങ്ങനെ വെക്കണതിലൊരു ഈ ഒരു ത്രില്ലില്ലല്ലോ. കുറെ നേരം ഞാൻ ഇതിന് ഓക്കെ പേരിടാൻ പറ്റുമോ ഇവക്കോ? കണ്ടോ ഇവൾക്കോ? ഇവൾക്ക് തൊടണ്ടടാ, അത് ഡിസ്റ്റർബൻസ് വരും. ഇവിടെ കണ്ടിട്ട് ഒരു വശപ്പശമുണ്ട്, കുഴപ്പമില്ല. ഇവക്ക് ഇപ്പം എനിക്ക് പേരൊന്നും കിട്ടുന്നില്ല. പ്ലാച്ചി പോലെ എന്തെങ്കിലും ഒരു പേര്? മുത്തുമണി. ഓക്കെ, അപ്പൊ മുത്തു അവിടെ ഇരുന്നോട്ടെ. അപ്പൊ നമ്മള് അല്ലെങ്കിൽ വേണ്ട ബാബുസ്വാമി. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്കത് റീല് ചെയ്യണം. ബാബുസ്വാമീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൃത്തം ചെയ്യാറുണ്ട്. മതി, നമുക്കത് പിന്നെ സെൻസർ. അപ്പൊ പിന്നെ ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമല്ല? ആക്ടർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ? ആക്ടർ ആവണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ അല്ല കുറെ ഞാൻ ഏഷ്യാനെറ്റിന്റെ ഹാപ്പി കപ്പിൾസിൽ ഞാൻ ഓൾറെഡി ഗസ്റ്റ് റോൾ ചെയ്തു. ഹാപ്പി കപ്പിൾസിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് നെവിനെയും കാണാം അല്ലേ? തീർച്ചയായിട്ടും കാണാം. അപ്പൊ ആക്ടിങ് പറഞ്ഞു വന്നപ്പോ ബിഗ് ബോസിനകത്ത് ഭയങ്കര ആക്ടിങ് ആയിരുന്നു, അങ്ങനെ ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫുൾ നാടകമായിരുന്നു എന്ന് ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് അങ്ങോട്ട് കൊടുക്കാം എന്ന് തോന്നിയത് ആരെയാ? മോനെ, നീ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഉത്തരം പറയുന്നത്. മേ ബി നിങ്ങളുടെ PR ടീമും മാനേജറും ഒക്കെ പറഞ്ഞു വെച്ചതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ പച്ച അങ്ങനെ പറയുന്ന ആളാണ്. ഇപ്പോൾ ആക്ടർ ഉള്ള ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ, ലെറ്റ്സ് സേ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അല്ല, ഒരു സമയത്ത് ഞാനും ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ തന്നെ ചില സമയത്ത് ഈ ഒരു സാധനം കട്ടെടുത്തതിന് ശേഷം അയ്യോ ലാലേട്ടൻ എനിക്ക് എന്താണെന്നറിയാൻ പാടില്ല. അതൊക്കെ ഒരു ലാലേട്ടനോട് പറഞ്ഞപ്പോ ലാലേട്ടനോട് ഒരു പ്രത്യേക ബോണ്ട് നെവിന് ഫുള്ള് ഉണ്ടായിരുന്നു അല്ലേ? നെഞ്ചിനകത്ത് ലാലേട്ടൻ. കണ്ടോ, ഞാൻ ലാലേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നോണ്ട് ഇപ്പതാ ലാലേട്ടന്റെ ഇതാരാ ഡിസൈൻ ചെയ്ത? നെവിൻ തന്നെ ഡിസൈൻ ചെയ്താണോ? അല്ലല്ല, ഇതെനിക്ക് കലൂര് ഞാൻ വെറുതെ ഒന്ന് ഫ്ലീ മാർക്കറ്റിൽ പോയതാ ക്രിസ്മസ്. അവർ ഗിഫ്റ്റ് ചെയ്തോ? അപ്പോൾ ഫിലിം പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇനാഗുറേഷൻ പോയപ്പം ഒരു റെയിൻഡിയേഴ്സിന്റെ ഒരു ഞാൻ കണ്ടായിരുന്നു, ഒരു റെഡ്, നല്ല നൈസ് ആയിരുന്നു കേട്ടോ. ഗിഫ്റ്റ് വന്നതാ. അപ്പൊ ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു ക്രിസ്മസ് തീം നമ്മുടെ ഉണ്ട്. മെറി ക്രിസ്മസ് തീം അല്ലേ? ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ക്രിസ്മസ് ആയിട്ട് പൊതുവെ എന്തായിരിക്കും? അല്ലെ, ഇപ്പൊ പൊതുവെ ഇപ്പൊ കയ്യിൽ കുറെ കാശുണ്ട്, പിന്നെ കുറെ ഫെയിം ഒക്കെ ഉണ്ട്. അപ്പൊ ക്രിസ്മസ് ഒരു മാറും. പണ്ടത്തെ ക്രിസ്മസ് ഇപ്പോഴത്തെ ക്രിസ്മസ് തമ്മിലൊക്കെ കുറെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. പണ്ട് 5 അടിയുടെ ട്രീ ആണെങ്കിൽ ഇപ്പൊ 10 അടിയുടെ ട്രീ ആയിരിക്കുമല്ലോ. ശരിയാട്ടോ. അങ്ങനത്തെ ഞാൻ വെച്ചേക്കുന്നത് എന്നെക്കാട്ടിയും ഹൈറ്റ് ഉള്ള ഒരു ട്രീ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് നെവിന്റെ യൂട്യൂബ് ചാനൽ മാത്താങ്കിരി വ്ളോഗ്സിൽ കാണാൻ പറ്റും അല്ലേ? ഹല്ലേ വ്ളോഗ്സിൽ കാണാൻ പറ്റും. അപ്പൊ ക്രിസ്മസ് എങ്ങനെയാ ഫാമിലിയുടെ ഒപ്പമാണ് ഈ വട്ടം? പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇപ്പോൾ നമ്മൾക്കിപ്പം ഈ ഒരു മന്തിലല്ലേ ഇപ്പം കൂടുതലും പ്രോഗ്രാംസ് വരുന്നത്. ഇപ്പം എനിക്ക് കോളേജ്, സ്കൂൾ, അങ്ങനെ ഇനോഗ്രേഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ടൈമാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ടൈം. അപ്പോൾ ബിസി ആയിരിക്കും. അപ്പോൾ വീട്ടുകാരോടൊപ്പം ഈ വട്ടം ക്രിസ്മസ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം ആഘോഷിക്കാമല്ലോ, 2 ദിവസത്തിൽ ആഘോഷിക്കാമല്ലോ. അതെ, പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ക്രിസ്മസും പുൽക്കൂടും ഒക്കെ ചേർത്ത് പിടിച്ച് നെവിൻ്റെ ഒരു പാട്ടായാലോ? ഒരു ക്രിസ്മസ് തീം സോങ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ടായാൽ മതി. ഓക്കെ. പക്ഷെ നമുക്ക് മെലഡി ഒന്നും മെലഡി ഒന്നും ദഹിക്കില്ലെന്നോ? മെലഡി കേട്ടിട്ടുണ്ടടാ, കേൾക്കാത്ത പാട്ട്.
ഓക്കെ ശരി. ക്രിസ്മസിനോടനുബന്ധിച്ചാണെങ്കിൽ ഓക്കെ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ അങ്ങനെ ഏതെങ്കിലും ആയാലും മതി. അങ്ങനെ ഒരുപാട് കൂടി തൊഴിൽ കാലിത്തൊഴുത്തിൽ പിറക്കണ്ട. പിറക്കള്ള ഞാൻ പാടിക്കോളാം. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയാനായിട്ട് എനിക്കറിയാം. തന്നെത്താനെ ചോദ്യം ചോദിച്ചിട്ട് തന്നെത്താനെ ഉത്തരം പറയാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇനി ഇരിക്കും? ഞാനൊരു ഗ്ലാസ് വെള്ളം തരട്ടെ കയ്യിൽ, എൻ്റെ മുഖത്തോട്ട് ഒന്നും ഒഴിക്കാമോ പ്ലീസ്? അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ചൊന്ന് ഒരു റീച്ച് കയറും, നമുക്ക് തമ്പനയിൽ അത് കൊടുക്കായിരുന്നു. വേണോ? എടുത്തോട്ടാ വെള്ളം. അപ്പൊ നീ പാട്ട് പാടാൻ നോക്ക്. ഞാൻ ചെയ്യും. എനിക്ക് ഒരു പ്രശ്നമില്ല, എസ്പെഷ്യലി നിന്റെ മുഖത്തേക്ക് ആയതുകൊണ്ട്. ഈവൻ കുറെ നാളായിട്ട് ഒഴിക്കാൻ വെച്ച് ഇരിക്കുന്ന ഒരു ഇതാണ് അത്. ഇതിലൂടെ അങ്ങ് ഒഴിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ നീ ഗ്ലാസും കൊണ്ട് തലകറങ്ങി വീഴല്ലേ, നീ ഒഴിക്കണം. എന്താണ് എനിക്ക് പോയപ്പോഴത്തേക്ക് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തില്ലേടാ. ഞാൻ പറഞ്ഞത് എല്ലാം അതിനപ്പുറവും ചെയ്ത് അവസാനം ഞാൻ ബിൻസിയുടെ അടുത്ത് നീ ലവ് ട്രാക്ക് ഒന്ന് പിടിച്ചു നോക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ ബിഗ് ബോസില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാഴ്ച തന്നെ അപ്പൊ ഞാൻ ഇവന് മറ്റേ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഇവനെങ്കിലും അടിപൊളി ആവണം എന്നുള്ളൊരു മനസ്സിലൊരു ചിന്ത കൊണ്ട് ഞാൻ OVAയുടെ ഒക്കെ കണ്ടിട്ട് ലവ് ട്രാക്ക് പിടിച്ച് മുടി മുറിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൈറലാവും. അപ്പൊ തന്നെ പോയി ബിൻസിയുടെ അടുത്ത് ലവ് എന്നും പറഞ്ഞ് അപ്പൊ തന്നെ മുടിയും മുറിച്ച് പിന്നെ ആകെ ബിൻസി ഔട്ടാവുകയും ചെയ്തു. ഇനി ഔട്ടായില്ല. ഓക്കെ, അപ്പൊ പാട്ട് ഇത് ചിത്ര ചേച്ചിനെ കൂടിയിട്ട് പാടി. ഇനിയിപ്പോൾ സുജാ ചേച്ചിനെ കൂടിയിട്ട് പാടുന്ന എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അക്ബർ എന്നെ പറ്റിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് എപ്പോഴെങ്കിലും സുജാ ചേച്ചി കേൾക്കാന്നുണ്ടെങ്കിൽ കമൻറ്റിൻ്റെ അടിയിൽ ഒരു പടക്കം, പിന്നെ ഇച്ചിരി മത്താപ്പൂ, പിന്നെ കുറച്ച് കയ്യടി, പിന്നെ ഉമ്മ 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 തരണേ. ഓക്കെ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. അവളുടെ മിഴിയിൽ കരിമഷിയാലേ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. ഇത്രേ ഉള്ളൂ. സൂപ്പർ. നീ പാട്ട് തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ചുമ. ഞാൻ കൺട്രോൾ ചെയ്തിരിക്കാൻ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. എന്താ അങ്ങനെ അല്ലേ, ഒരാൾ പാട്ട് പാടുമ്പോൾ തന്നെ അത് ഡിസ്റ്റർബ് ചെയ്യാൻ ചുമ വരുന്നല്ലേ? അതെ, അതിനെ പറയുന്ന പേരാണ് കണ്ണുകടി. കണ്ണുകടി. എന്തായാലും പാട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോയാലോ, ഒരു റാപ്പിഡ് ഫയർ സെഷൻ. റാപ്പിഡ് ഫയർ. ഈ നെവിൻ ഭയങ്കര ഫയർ ആയിട്ടല്ല എനിക്ക് ഉത്തരം തരുന്നേ, പക്ഷെ കുറച്ചൊന്ന് ഫയർ ആവുമോ? ഒന്ന് സ്ട്രേറ്റ് ഒക്കെ ആയിട്ടിരുന്നോ? റാപ്പിഡ് ഫയർ എന്ന് പറയുമ്പോൾ എനിക്ക് 10 സെക്കൻഡിനുള്ളിൽ ഉത്തരം കിട്ടണം, ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ ചോദിച്ച രാഷ്ട്രപിതാവ് ആര് അപ്പൊ തന്നെ പറയണം. രാഷ്ട്രപിതാവ് ആരാ? വേണ്ട അല്ലേ? രാഷ്ട്രത്തിൽ തൊട്ട് കളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കറിയാം. പക്ഷേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മര്യാദക്ക് ചോദ്യം ചോദിക്കുക. ഉത്തരം. ഓക്കെ, നമുക്കപ്പം നമ്മുടെ റാപ്പിഡ് ഫയറിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ഉത്തരം തരണേ. ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? എൻ്റെ ശത്രുവോ? ഏറ്റവും വലിയ ശത്രു അനിമോളായിരുന്നു. ആ, പക്ഷെ ഇപ്പം നിങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഗെയിം റിലേഷൻ അടിച്ചു ചോദിക്കുന്നത്, പുറത്ത് വന്നിട്ടുള്ളതല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാഷൻ സ്റ്റൈൽ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനകത്ത് നിങ്ങൾ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു ഫാഷൻ സ്റ്റൈല്, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കണ്ടു ഒരു മുണ്ടെടുത്ത് ഒരു ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട്, അങ്ങനെ അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതിൽ ഏതെങ്കിലും ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇഫ് യെസ്, ഏതാണ്? എനിക്ക് തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് ക്ലോത്ത്സ് ഒന്നും അവിടെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ തിരുത്താനായിട്ട് അത്രയ്ക്ക് വലിയതായിട്ടുള്ള ഫാഷൻ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് എനിക്കിട്ടുള്ള വെപ്പാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചത് ആരാണ്? ഹൗസിനകത്ത് നാടകം കളിച്ചത് ഞാൻ. നിങ്ങൾ തന്നെ? ഉറപ്പിച്ചു? ഞാൻ. അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. പുറത്തിറങ്ങിയ ശേഷം ആദ്യം വിളിച്ച മത്സരാർത്ഥി? ഞാൻ വിളിച്ചിട്ടില്ല, എന്നെ ഇങ്ങോട്ടേക്കാണ് വിളിച്ചത്. അപ്പം അതുമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഫോണാണോ അതോ പുറത്തെ ഭക്ഷണമാണോ? ഭക്ഷണം. ഫോണല്ല, അപ്പോൾ ഒരു ഫോൺ പേഴ്സൺ അല്ല. നോ. ഓക്കെ, ഗുഡ്. ബിഗ് ബോസ് ഹൗസ് ഒരു സിനിമയാക്കുകയാണെങ്കിൽ അതിലെ നായകനും അതിലെ നായികയും ആരായിരിക്കും?
ഈ വട്ടത്തെ സീസൺ 7 ഒരു ഫിലിം ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇതിൽ ആരാണ് നായകൻ, ആരാണ് നായകൻ? നായകൻ അനീഷ് ഏട്ടൻ. നായകൻ നിനക്കായിക്കോടെ, നിനക്കായിക്കോടെ. അങ്ങനെ എല്ലാം ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ, നായകൻ ഞാൻ അനീഷ് ഏട്ടനെ തന്നെ പറയും. അനീഷ് ഏട്ടൻ എൻ്റെ നായിക അനുമോള്. നായകാനുമോള്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഞാനല്ലേ ഉത്തരം പറയേണ്ടത്? സോറി, റാപ്പിഡ് ഫയർ നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോടാ? ആണോടാ, ചോദിക്കാം അങ്ങോട്ടേക്ക്. അടുത്ത ചോദ്യം റാപ്പിഡ് ആയിട്ട് തരണേ. റാങ്ക് അക്കോർഡിംഗ് ടു എന്റർടൈൻമെന്റ്. അതിൽ ഏറ്റവും എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയ ഒരു 5 പേര്. അക്ബർ, ജിസേല്, ആര്യൻ, നെവിൻ, അനുമോള്. അല്ല, ഇത് റാങ്ക് ചെയ്യണം. ഏറ്റവും എന്റർടൈനിങ് ആരാ, സെക്കൻഡ് അങ്ങനെ? നെവിൻ. ഓക്കെ, ഫസ്റ്റ് എന്റർടൈനർ ഒബ്വിയസ്ലി. സെക്കൻഡ് അക്ബർ. തേർഡ് ആര്യൻ. ആര്യൻ വാസ് റിയലി എന്റർടൈനിങ് അല്ലേ? അപ്പൊ സെക്കൻഡ് ആര്യൻ എടുത്തോട്ടെ. തേർഡ് അക്ബർ. പിന്നെ തേർഡ് തന്നെ ആയിരിക്കും. ഫോർത്ത് ജിസേല്. ഫിഫ്ത്ത് അനുമോള്. ഓക്കെ, ഇനി ഒരു ടോപ്പ് 5. നെവിന്റെ ടോപ്പ് 5 ആരാ? ഇപ്പൊ നമ്മൾ പ്രേക്ഷകരുടെ വോട്ടല്ലാതെ നെവിന്റെ മനസ്സിലൊരു ടോപ്പ് 5 ഉണ്ടാവില്ലേ, അതാരായിരുന്നു? ടോപ്പ് 5 അല്ലേ? നെവിന്റെ മനസ്സിലെ ടോപ്പ് 5. എൻ്റെ മനസ്സിലെ ടോപ്പ് 5 ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളവരുടെ പേര് ഞാൻ പറയും. എല്ലാവർക്കും നമ്മുടേതായ ഒപ്പീനിയൻ ഉണ്ട്. എൻ്റെ മനസ്സിലെ ടോപ്പ് 5 അഭിലാഷ്, പിന്നെ ഒനീൽ, പിന്നെ ഓഫ് എൻ്റെ പേര് പറയാമോ? ഒബ്വിയസ്ലി. നെവിൻ, പിന്നെ വേറെ ആരാണ്? ജിസേൽ. ജിസേൽ ആര്യൻ. അപ്പൊ നമ്മുടെ ഈ ടോപ്പ് 5 ആരും ഇല്ലല്ലോ നിന്റെ ലിസ്റ്റില്. അക്ബർ ഉണ്ട് തോന്നുന്നു അല്ലേ? അക്ബർ ഉണ്ട്. ഓക്കെ ഡൺ. ഇനി അടുത്ത ചോദ്യം. നെവിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഫാഷൻ സ്റ്റാർ ആ ടൈറ്റിൽ ആർക്ക് കൊടുക്കാൻ പറ്റും ഈ സീസണില്? ഫാഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ജിസേൽ തക്രാൽ. ഓക്കെ, അപ്പൊ ഫാഷൻ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ്. അത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിപ്പോയി. ഡിപ്ലോമാറ്റിക് അല്ല, എന്റെ പല ക്ലോത്ത്സുകളും കണ്ടതല്ലേ. ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾ എന്ത് ക്ലോത്ത് ഇടും, അത് എങ്ങനെ ക്യാരി ചെയ്യുന്നു അങ്ങനെ പറയാലോ. ഡിസാസ്റ്റർ എന്ന് പറയാനായിട്ട് അവിടെ എനിക്ക് അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആൻഡ് കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഞാനാണ് അവിടെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അവിടെ അണിഞ്ഞൊരുങ്ങി അവിടെ നിന്നത്. പക്ഷെ നിന്റെ ഉള്ള ഡ്രസ്സിൽ ഇടുന്നതും ഒരു വെറൈറ്റി ആയിരുന്നു. വണ്ട് വരുന്നത്, ലാലേട്ടൻ ചോദിച്ച 2 വണ്ടില് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് ക്രഷ് ആരായിരുന്നു നെവിനൊരു ക്രഷ് ഉണ്ടായിരുന്നോ? ഇറ്റ് ക്യാൻ ബി ഒരു മാൻ ക്രഷ് എന്നും പറയാം, ഒരു ലേഡി ക്രഷ്. എന്ത് ക്രഷ് മീൻസ് നമ്മൾ ലവ് ചെയ്യാൻ പോകുന്ന ആളെന്നൊന്നുമില്ല, ഒരാളോട് ഒരു ഇഷ്ടം അങ്ങനെ പറയാം. എനിക്ക് ഒരു ഉള്ളീന്ന് തോന്നിയ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ശൈത്യയുടെ അടുത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്. ക്രഷ് മീൻസ് മറ്റേ അതല്ല, ഒരു കൊള്ളാം, നല്ലൊരു കുട്ടി, നല്ലൊരു വീട്ടിലൊക്കെ കൊണ്ടുപോയി ഇരുത്തി ഒന്ന് കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു കുട്ടി, അത് ശൈത്യ തന്നെയാണ്. ശൈത്യ എന്ന് പറയുന്നത് ഓക്കെ, ശൈത്യ മനസ്സിലായി. ഓക്കെ, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ബിൻസിയ പോയെ. നീ ബിൻസിനല്ലേ പ്രപ്പോസ് ചെയ്തേ? ബിൻസി ഓൾറെഡി പ്രപ്പോസ് ചെയ്തിട്ട് എന്റെ അപ്പൊ തന്നെ ആട്ടി വിട്ടല്ലോ. ഞാനിനി ബിൻസി ആയിട്ട് ഞാനിനി കൂടില്ല അവളോട്. ഞാനിനി ഓക്കെ, പുറത്തിറങ്ങിയിട്ട് ബിൻസിയായിട്ട് കമ്പനി വിളിച്ചു, ഞാൻ കൂടില്ല അവളോട്, അതിനെ വിളിച്ചു. ഓക്കെ, കിൽ, മാരി, ഹുക്കപ്പ്, ഈ 3 ടൈറ്റില് ആരൊക്കെ എടുക്കാൻ പറ്റും? കിൽ, മാരി, ഹുക്കപ്പ്. നമ്മുടെ മലയാളി പ്രേക്ഷകർ ചിലപ്പം ഇത് പ്രശ്നമാവും അല്ലേ? ഇപ്പൊ കിൽ, മാരി, ലവ് ആക്കാം നമുക്ക് അല്ലേ? ഓക്കെ, പറഞ്ഞോ. കില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാം ബിഗ് ബോസ് റിലേറ്റഡ് ആണോ? അതിനുള്ളില് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സാബുമാൻ. എന്തുകൊണ്ട്? കാരണം സാബുമാന് കുറച്ചുകൂടിയായിട്ട് നന്നായിട്ട് അവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടിയിട്ട് ആ ലാസ്റ്റ് നന്നായിട്ട് കത്തി നിന്നതുപോലെ ആദ്യം മുതലേ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കല്യാണം കഴിക്കാൻ അതിൽ ഒരു ഉത്തമ കല്യാണ കുട്ടി അതാരാ? ഉത്തമ കല്യാണം അനുമോള്. ഹുക്കപ്പ് നമുക്ക് വേണ്ട അല്ലേ? പറഞ്ഞോ. വേണ്ട, അത് നമ്മുടെ കുട്ടികളിലേക്ക് നമുക്കത് മാറ്റാം. അപ്പോൾ ഒരു ദിവസം മുഴുവൻ
ഒരാളുടെ മാത്രം മൈക്ക് ഓഫ് ആക്കാൻ അവസരം കിട്ടിയാൽ അത് ആരുടെ മൈക്കായിരിക്കും ഓഫ് ചെയ്യുക? റന ഫാത്തിമ. പക്ഷെ തന്നെ ഭയങ്കര ക്യൂട്ടല്ലേ ഇങ്ങനെ സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട്? ഐ തിങ്ക് യു ഗുഡ് ഫ്രണ്ട്സ് അല്ലേ? നല്ലൊരു നല്ലൊരു പേഴ്സണാലിറ്റി നല്ല പേഴ്സണാണ്. എന്ത് നമ്മളെ പാതിരാത്രിക്ക് എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു സാധനം സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ എൻസൈക്ലോപീഡിയ പോലെ ആടാ അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് വിത്ത് സ്ക്രീൻഷോട്ടായിട്ട് റന അവിടെ ഉണ്ട്. അപ്പം ഭയങ്കര ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ ഒരു ഇന്നസെന്റ് ആരാണെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും അതിലൊരു ഇന്നസെന്റ്, ഒരു പച്ചക്കുളന്തൈ എന്ന് പറയാൻ നീ അല്ലാതെ? ഞാനല്ലാണ്ട് വേറെ സാബുമാൻ. ഞാൻ ഉദ്ദേശിച്ച ഒരു ഉത്തരം. ഒരു വീട്ടിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു കുട്ടിയല്ലേ? നീ കൊഞ്ചിക്കല്ലേ? ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? യെസ്. ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്മസ് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. എന്റെയോ? മറ്റേ എന്താ ടൂർ പോണത് 2000 സംതിങ് എന്തോ തന്നില്ലായിരുന്നോ എമൗണ്ട്? 2000 രൂപ തന്നിട്ട് ഇത്ര സാധനങ്ങൾ. അതാരായിരുന്നു തന്നത്? അതോ? അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് തന്നത്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് 2000 ഒക്കെ തരുമോ? അത് ഞാൻ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് 2000 കൊടുത്തിട്ട് എനിക്ക് വീഡിയോ ഒക്കെ വേണ്ടി തരാൻ പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് മുസ്താഹിർ എന്നാണ്. പുള്ളി എന്താ ചെയ്യണേ? പുള്ളി പഠിക്കുകയാണ്. നിങ്ങളുടെ വീഡിയോസിലെല്ലാം ഇങ്ങനെ കാണാറുണ്ട് മുസ്തു. എനിക്ക് ചില സമയത്ത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടാറില്ല. അതെന്താ ഇഷ്ടപ്പെടാത്തത്? കാരണം ഞാനല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ വേറൊരാള് വരുന്നത് ഇഷ്ടമല്ല. ഓക്കെ, അത് നീ പല ടൈമിലും അവനെ തന്നെ വിളിച്ച് തെറി പറയാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ റാപ്പിഡ് ഫയർ റൗണ്ട് കഴിഞ്ഞു, സമാധാനമായി. നെവിൻ പലതിനും ഉത്തരം പറയുന്നില്ല, ബിക്കോസ് നെവിൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമുക്കിനി നെവിൻ എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളായിട്ട് നെവിൻ ഭയങ്കര ക്ലോസ് ആണ് അല്ലേ? ആണോ? അതറിയാലോ. പിന്നെ എന്നെ എല്ലാ പരദൂഷണങ്ങളും എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. അതെ. അപ്പൊ ഒന്ന് അമ്മേനെ കണക്ട് ചെയ്താലോ നമുക്ക്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വിളിച്ചായിരുന്നോ? ഒരു പ്രാവശ്യം വിളിച്ചുള്ളൂ, എനിക്ക് സമയം കിട്ടിയില്ല. നീ ഒന്ന് വിളിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് വേണോടാ സീനാകും. നീ വിളിക്ക്. എടുക്കാൻ സാധ്യതയില്ല. ട്രൈ ചെയ്ത് നോക്ക്. അല്ല, ബിഗ് ബോസിൽ പോണതിന് മുന്നേ എന്നെ കുറിച്ച് എല്ലാ പരദൂഷണവും പറയുന്നതും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ആയിരുന്നു. ഇത്രയും നല്ലൊരു അമ്മേനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. കാരണം സ്വന്തം മകൻ്റെ അതായത് ഞാൻ അങ്ങോട്ടേ പറയും, അത് തന്നെ ഇങ്ങോട്ടേയും പറയും. നല്ല രസമായിരുന്നു അത്. അല്ല, എന്റെ ന്യൂസ് ഒക്കെ നീ അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ടല്ലോ? തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കും. പിന്നെ അത് വേണം അറിയണ്ടേ. ഹലോ പ്രീതാൻഡി എവിടെയാണ്? ഞാൻ പൂനെയിലാണ് കുട്ടി. സുഖല്ലേ? ഇത് ബിഗ് ബോസ് താരം നെവിൻ അല്ലേ? 100 ഡേയ്സ് തികച്ചും. അതെന്താ സ്ത്രീയെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പുച്ഛഭാവം? അല്ല, പുച്ഛമല്ല, ഭയങ്കര അപ്രീസിയേഷൻ ആണ് നിങ്ങളെ കുറിച്ച്. 100 ദിവസം നിങ്ങളുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ജോലി രാജിവെച്ച് ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഭക്ഷണവും കഴിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര്. അതെ അതെ. മകൻ തൊട്ടടുത്തിരുന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ ഈ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇല്ലില്ല, ഞാൻ ചെയ്യുവോ? നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാ? 11:30 സമയം മറക്കല്ലേ ആന്റി. ഇവനെ പറ്റിയിട്ട് വേറൊരു ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിന്നെ പറ്റിയിട്ടുള്ള പല ന്യൂസുകളും എനിക്ക് ഞാൻ ചരിത്രം വിളമ്പിക്കല്ലേ. ഹലോ. അപ്പൊ ഞാനത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഞാൻ ഇപ്പൊ സംസാരിക്കേണ്ട, ഇപ്പൊ ലോകം മുഴുവൻ പാടില്ല. ഞാൻ പിന്നെ വിളിക്കാം. നമ്മളുടെ രഹസ്യ സംഭാഷണങ്ങളിൽ നമുക്കത് തുടരാം. ഓക്കെ, അമ്മ നെവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? ഒരു പോസിറ്റീവ് എന്തെങ്കിലും, നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടോ എന്തെങ്കിലും? പറയാൻ ആക്ച്വലി നെഗറ്റീവ് ഇല്ല. എന്താന്ന് വെച്ചാല് പോസിറ്റീവ്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. നെവിൻ എപ്പോഴും ഹാപ്പിയാണ്. അതായത് വേറെ ലോകത്ത് എന്തുണ്ടെങ്കിലും ഒന്നും പ്രശ്നമേ അല്ല. നെവിന്റെ കാര്യവും നോക്കി അടിപൊളിയായിട്ട് പോകുന്നു. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. നെഗറ്റീവ് എനിക്ക് ഉണ്ടെന്ന് തോന്നണില്ല കേട്ടോ, സത്യമായിട്ട്. നെഗറ്റീവ് ചോദിച്ചിട്ടില്ല, നമുക്ക് പോസിറ്റീവ് മാത്രം മതി. നമ്മുടെ പോസിറ്റീവ് ഷോ അല്ലേ? എവിടെ കൊണ്ട് നെഗറ്റീവ് എനിക്ക് ഒന്നും പറയാനില്ല. പിന്നെ നെഗറ്റീവ് ഒരെണ്ണം ഇപ്പൊ പറയാനുള്ളത്, വല്ലാണ്ട് പാടണ്ട, എല്ലാത്തിലും കേറി പാടല്ലേ.
സോറി, ഇത് അല്ല ഇത് 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 നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പാട്ട് പാടി കഴിഞ്ഞു. ആദ്യം ഒരു യേശുക്രിസ്തുവിന്റെ പാട്ട് പൊക്കാൻ നോക്കി, അത് പൊങ്ങിയില്ല. അപ്പൊ നമ്മളത് അവിടെ തന്നെ വെച്ചിട്ട് വേറെ പാട്ട് എടുത്ത് പാടി. ഞാൻ നിങ്ങളുടെ റെഗുലർ ആയിട്ട് എല്ലാ വീഡിയോസും എല്ലാം ഫോളോ ചെയ്യുന്നത് കൊണ്ട്, ഒരു നെവിൻ ഫാൻ ആയതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാട്ട് കുറച്ചൊരു പൊട്ടിക്കലോട് ഇറങ്ങിക്കോ. ശരി ശരി, പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. പാടുന്നുണ്ട്. പക്ഷെ ഇല്ല ഇനി ഞാൻ പാടുന്നില്ല. ഇനി ഞാൻ നിർത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ആട്ടം. അല്ലല്ല, ഇനി ഞാൻ ആട്ടം. ഇനി ആടിക്കോളാം. വേണ്ടുവോളം ഉണ്ടല്ലോ. ഇനി ആട്ടം ഒന്നും കുറയ്ക്കുന്നില്ലല്ലോ, വേണ്ടുവോളം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്താലോ? എന്തെങ്കിലും പറയണമെന്നുണ്ടോ? ആന്റി ലവ് യു ആന്റി. ഈ പുതിയ അബിയുടെ ഈ പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ അപ്പു വളരെ നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കൂടെ അവന്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ആശംസ നേരുന്നു. നെവിനും എല്ലാവർക്കും ആശംസ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ആ കോള് കട്ട് ചെയ്യാം. നമുക്ക് ഉടനെ തന്നെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എന്തായാലും എല്ലാരും നെവിന്റെ ഒരു സാധനം കാണണം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? നിന്റെ ബാഗ്. നീ എന്തിനാ അപ്പോഴേക്ക് അങ്ങനെ ചിന്തിക്കണേ? നിന്റെ ബാഗ് എവിടെ? ഇന്ന് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, എല്ലാവർക്കും നെവിന്റെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ദിവസം ബെർസാച്ചയുടെ ബാഗ് കൊണ്ടുവരുന്നു, പിന്നെ ഒരു ദിവസം ഗൂച്ചിയുടെ ബാഗ് കൊണ്ടുവരുന്നു. അപ്പം എവിടെ നിന്നാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് കളക്ഷൻസ് കിട്ടുന്നത്? തായ്ലൻഡിൽ പോയിട്ട് അവിടുന്ന് ഫ്ലീ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണോ, അതോ ശരിക്കും വില കൊടുത്ത് മേടിക്കുന്നതാണോ? പക്ഷെ അപ്പം തിന്നാ മതി, കുഴി എണ്ണേണ്ട ആവശ്യമില്ല അല്ലേ? അങ്ങനെയാണോ? എന്നാൽ നമുക്ക് ബാഗിനകത്ത് എന്തൊക്കെയാ? ഇത് ഏതാ ബാഗ്? മോഡൽ ഏതാ? അതിന്റെ ക്യാഷ് എത്ര എല്ലാം പറയാമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ സെർച്ച് ചെയ്യൂ. ഇപ്പൊ മറ്റൊരു ചേട്ടൻ വരും. നെവിൻ ഇട്ടിരിക്കുന്ന ഈ ബാഗ് ഏതാണെന്ന് നിങ്ങൾക്കറിയാൻ ഈ ബ്രാൻഡിന്റെ ഈ വെർഷൻ അങ്ങനെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു റീല്? അതൊക്കെ നിങ്ങൾ എടുത്തിടണം. കാരണം നമുക്ക് സ്പോൺസേഴ്സ് ഒന്നും ആയിട്ടില്ല. ഇത് കഴിഞ്ഞ ഇത് അല്ലെങ്കിൽ പറയല്ലോ, കോഫി വിത്ത് അഭിഷേക് കോ സ്പോൺസേഡ് ബൈ ഞാൻ തന്നെ. അതുപോലെ നമുക്ക് ഇനി അടുത്ത വട്ടം അത് മാറ്റി പറയാൻ ആരെങ്കിലും വരണം. അതെ, അപ്പം അതിനുള്ളിൽ ഉള്ളത് കാണിച്ചോളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പം എന്താ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചത് ഇങ്ങനെ. അത് വെച്ചോളൂ. ഓക്കെ, ഒരു കറുത്ത കണ്ണാടി. ഇത് എനിക്ക് കൃഷ്ണപ്രിയ തന്നതാണ്. സുംബ ഇൻസ്ട്രക്ടർ കൃഷ്ണപ്രിയ. വീണ്ടും ഞാൻ പറയുന്നു, കൃഷ്ണപ്രിയയുടെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു വട്ടേ പോകത്തുള്ളൂ, പിന്നെ നിങ്ങൾ ഡെയിലി പോകും. അത്ര എന്നെ കൂടി എടുക്കൂടാ ക്ലാസ്സിൽ? ഇല്ലടാ, കുറച്ചെന്തെങ്കിലും വേണം. എന്തെങ്കിലും എന്താ വേണ്ടത്? കുറച്ച് ഡെഡിക്കേഷൻ വേണം. ഡെഡിക്കേഷൻ വേണം. നമ്മൾ സൂംബയ്ക്ക് എല്ലാ കുട്ടികളെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മൂന്നാറിൽ പോയിട്ട് അങ്ങോട്ട് വരണം. അതാണ് ഡെഡിക്കേഷൻ. ഓക്കെ. അപ്പം ഈ കണ്ടിട്ട് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് മറ്റേ എല്ലാം കംപ്ലീറ്റ് നേക്കഡ് അതാണോ? അല്ല. ഓക്കെ, നന്നായിട്ട് വായി നോക്കാം. അത് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണതാ മനസ്സിലായില്ലേ? ഇത് വെച്ചിട്ടാണ് ഇപ്പൊ മാളിലൊക്കെ പോയിരിക്കണേ. അതെ, നമ്മളിത് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു കണ്ണ് ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ നോക്കുന്നത് മനസ്സിലാകത്തു. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ ഹെഡ് മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്തേ, നല്ലപോലെ കാണാം. തിരിഞ്ഞോ? അപ്പൊ ഇത് അതൊരു കണ്ണാടി. ഓക്കെ. പിന്നെ എൻ്റെ ഒരു പാവം ആൻഡ്രോയിഡ് ഫോൺ. ഞാൻ ഇപ്പോഴും ആൻഡ്രോയിഡ്. അത് ഐഫോൺ അല്ലേ? അല്ല, ആൻഡ്രോയിഡ്. ഓക്കെ. പിന്നെ ഇത് ഒരു നന്നായിട്ടുണ്ട് കേട്ടോ. ഈ കണ്ണട അടിപൊളിയായിട്ടുണ്ട്. കിണി കണ്ണാടി. ഞാൻ എൻ്റെ പേരിട്ടേക്ക്. ഞാൻ ആദ്യം പ്രൈസ് ടാഗ് എടുത്ത് കളയാൻ മറന്ന. ഇതിട്ടിട്ട് നമുക്ക് ആട്ടാം. കണ്ടോ? മറ്റൊരു മണിയും കൂടിയും മണി കൂടി ഇടണം. പിന്നെ എന്താ ഉള്ളത്? പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നുമില്ലേ? മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ലേ? അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വേറൊരു ഇത് മാക്വിയുടെ ഒരു കണ്ണാടി. ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കണ്ണാടി. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന. ഇത് പിന്നെ എന്താ? കണ്ണാടി കച്ചറാന്നൊക്കെ പറയും. എനിക്ക് കണ്ണാടി വീട്ടിൽ ഒരു ഹാങ്ങർ മൊത്തം കണ്ണാടികൾ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ കാറിന്റെ കീ. പിന്നെ ഒരു ഹെയർ ബാൻഡ്. അതിടണ്ട, ഇപ്പൊ മുടി നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട്. അല്ല, കെട്ടിക്കോ. ഹെയർ ബാൻഡ് കണ്ട എനിക്ക് കെട്ടണം. രണ്ട് സൈഡ് കെട്ടാമോ? പിന്നെന്താ. ഓക്കെ. ഇത് ഭയങ്കര കംഫർട്ടബിൾ. ഇപ്പം മുടിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും നമ്മുടെ ഭാരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പണ്ടത്തെ മാമാട്ടി കുട്ടിയമ്മയൊക്കെ. അതായത് ഞാൻ പറയാം, ഇതിങ്ങനെ ഇപ്പൊ ഒന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ പന പോലെ നിൽക്കും. അപ്പം തലയിൽ എന്തൊരു വലിയൊരു രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രസം. നമ്മളിങ്ങനെ സിമെട്രിക്കലായിട്ട്
അതെ അതെ വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കെട്ടിയിട്ട് മാളിലേക്കൊക്കെ പോവാറുണ്ടോ? ഞാൻ പോകും. പോവാറുണ്ട്. ഓക്കെ, എൻ്റെ മുടി മൈ റൈറ്റ്സ്. ഓക്കെ. പിന്നെ ആകെ ഉള്ളത് പിന്നെ ഒരു ഡാസ്ലറിൻ്റെ ഡാസ്ലറായിട്ട് ഡാസ്ലർ അത് ബിഗ് ബോസ് അടിച്ചോണ്ട് വന്നതാണോ? അടിച്ചോണ്ട് വന്നതല്ല, അല്ല. തന്നത്. അവിടെ എല്ലാവർക്കും അല്ല, ഉണ്ട്, നമുക്കും ഉണ്ടായിരുന്നു. ഡാസ്ലറാണ് സ്പോൺസർ. പക്ഷെ അത് വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഒരാൾ അത് എടുത്തുണ്ട് വന്നിട്ട്. വീട്ടിലേക്ക് എനിക്ക് എന്തെന്നാ ഹാർട്ടിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഹാർട്ടിൻ്റെ മേക്കപ്പ്. ഓക്കെ, നിങ്ങൾ മറ്റേ ഇത് വിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക്. ഓക്കെ, അപ്പം ഇത്ര സാധനങ്ങൾ ഇപ്പം കയ്യിലുള്ളൂ. പിന്നെ ഇത് ഡാസ്ലർ എറ്റേണയുടെ റെഡ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഇപ്പം നമുക്കിപ്പോൾ അൺഈവൻ സ്കിൻ ആയിട്ട് ഈ ലിപ്പൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഇത് ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് മെന്നിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ ഇത് അടിപൊളിയാണ്. കാരണം എല്ലാ സ്കിൻ ടോണിനും. ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഇട്ട് നോക്കിക്കോട്ടെ. ഇത് ഏതാണ് ഫ്ലേവർ? ഫ്ലേവർ ഒന്നുമില്ല, തിന്നാനാണോ പോകുന്നത്, ഇടാനല്ലേ? ഓക്കെ ആണോ? കുറച്ചുകൂടി ഇട്ട് അറിയില്ല, കുറച്ചുകൂടി ഇട്. പക്ഷെ ഇതെനിക്ക് ന്യൂഡല്ലാത്ത പോലെ ഷെയ്ഡ്. നൂടാണ്. കുഴപ്പമുണ്ടോ? ഓക്കെ, ഉണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എങ്ങനെ വല്ലപ്പോഴും അമ്മേനെ വിളിക്കണേ നന്നായിട്ടുണ്ടല്ലേ? അപ്പം ഈ ആ ടോണെല്ലാം മാറിക്കിട്ടും. അപ്പൊ മേക്കപ്പിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നെവിൻ. അതെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. മേക്കപ്പ് ആണ്. മേക്കപ്പ് ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ഇവ അല്ലെങ്കിൽ നമ്മൾ ഇടും അത്ര തന്നെ അല്ലേ? മേക്കപ്പിന് ഇപ്പൊ എന്തൊന്നും ആണ് പെണ്ണെന്നുള്ള അതന്നെ ജെൻഡർ ന്യൂട്രൽ അങ്ങനെ ഒരു സാധനം പറഞ്ഞു. ഉണ്ടോ? എടാ ന്യൂട്രൽ ആർക്കും ഇടാന്ന്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെവിന്റെ വാട്സൺ മൈ ബാഗ് ചെറിയൊരു ബാഗായി പോയി അല്ലേ? കുഴപ്പമില്ല. ഇതിന് മുന്നേ വാട്സൺ മൈ ബാഗ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എനിക്ക് എന്റെ ബാഗ് തുറന്ന് കാണിക്കല്. അല്ല, നമ്മൾ ഓരോ വട്ടവും നമ്മൾ ഓരോ അപ്ഡേറ്റ് ചെയ്യല്ലോ. ഇപ്പൊ ഇന്ന് ഷുഗറിന്റെ സ്കിൻ കെയർ ആണെങ്കിൽ നാളെ കുറച്ച് പൈസ കിട്ടുമ്പോൾ നമ്മള് മാറും. ഇല്ല, സോറി ഞാൻ ഇപ്പോഴേ യൂസ് ചെയ്യുന്നത് മാക് ഷാർലറ്റ് ടിബറി ഒക്കെയാണ്. അതെ, വീടിന്റെ നമ്മൾ വാർപ്പ കഴിഞ്ഞിട്ടില്ലെങ്കിലും യൂസ് ചെയ്യുന്നത് ഷാർലറ്റ് ആയിരിക്കും. അതെ, കാരണം നമ്മളുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും നമ്മളത് മേടിക്കണം. സ്കിൻ കിടന്നാലും ചമഞ്ഞ് കിടക്കണം അതല്ല, നല്ല പ്രോഡക്ട്സുകൾ, അതായത് ഹൈ എൻഡ് ബ്രാൻഡ് എന്നല്ല, നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ സ്കിന്ന് എപ്പോഴും നിലനിർത്താനായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ ഭാവിയിൽ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഭാവിയിൽ ലക്ഷങ്ങൾ മുടക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇപ്പൊ തന്നെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വുഡ് ബി ഗ്രേറ്റ്. അപ്പൊ നമുക്ക് അവസാനമായിട്ട് ചെറിയൊരു റൗണ്ടും കൂടി കഴിഞ്ഞാൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് പിക്ക് ആൻഡ് മാച്ച് എന്നാണ് റൗണ്ടിന്റെ പേര്. എന്താണ്? പണ്ട് നമ്മളിങ്ങനെ മാച്ച് ദ ഫോളോയിങ് കളിക്കുന്ന പോലെ. അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസിൻ്റെ പേര് പറയും. അപ്പം അതിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ, അത് മേ ബി ബിഗ് ബോസ് എന്നാവാം, പുറത്താവാം, അറിയുന്നവരാവാം, വീട്ടിലുള്ളവരാവാം, ഇവിടെ ഇരിക്കുന്നവരാവാം, ആരും ആവാം. ഓക്കെ, ചോദിച്ചോട്ടെ. ആദ്യത്തെ വഴുതനങ്ങ മുസാഫിർ. അതാരാന്ന് എനിക്കറിയില്ല. ഓക്കെ, ചില്ലി പച്ചമുളക്. അത് ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞോ? പച്ചമുളക് എന്ന് പറയുമ്പോഴത്തേക്കും റന ഫാത്തിമ. ഒരു കടിച്ചിങ്ങനെ എരിവുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ എടുത്ത് അങ്ങോട്ട് കളഞ്ഞേക്കാം. ഞാനായിരിക്കും നിനക്ക്. നല്ല പച്ചക്കറി വരട്ടെ, അതിനെ കൊണ്ട്. എടാ, കറിവേപ്പില അവസാനം ഇട്ടിട്ട് എടുത്ത് കളയുന്നു. നിന്നെ കളയില്ല ഞാൻ, നിന്നെ വെക്കും. നീ വെക്കണം. ഞാൻ വെക്കും. പറഞ്ഞോ. കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാന് നിശാന ചേച്ചി ഒന്നും പറയല്ലേ മോനെ, പിന്നെ എനിക്ക് വിളിച്ചിട്ട് അറിയിക്കേണ്ടി വരും. സത്യം. കറിവേപ്പില എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് കളയണം. നമ്മുടെ സ്ഥിരം പരിപാടി. അതാരാന്ന് പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോനെ ഇത് റാപ്പിഡ് ഫയർ ആയിരുന്നു. ഇവിടെ എല്ലാം റാപ്പിഡ് ഫയർ. കാരണം നമ്മുടെ സ്റ്റുഡിയോയിൽ ടൈം ഇല്ല, അതുകൊണ്ട് എല്ലാം റാപ്പിഡ് ഫയർ ആയിട്ട് പറഞ്ഞു. അങ്ങനെ കറിവേപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിനെ പറയും. അവൾക്ക് നമ്മള് ബിഗ് ബോസിന്റെ സമയത്ത് അവള് കുറെ ഡ്രസ്സ് ഇതൊക്കെ അയച്ചാൽ ഇനി അവളെ നമ്മള് ഇനിയിപ്പോൾ അവളെ അതിന്റെ ആവശ്യമില്ല. കുറെ പൈസ കൊടുക്കാനുണ്ട്. കൈപ്പക്കയാണെന്നുണ്ടെങ്കിൽ കയ്പായിരിക്കും, പക്ഷെ കുക്ക് ചെയ്താൽ ടേസ്റ്റാ. ടേസ്റ്റ് ആണ്. ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വൃത്തികെട്ട സാധനം, പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മമ്മിയുടെ പേരൊന്നും പറയല്ലേ, അവസാനം തെറി ഞാൻ കേൾക്കേണ്ടി വരും. അത് ഞാൻ പറയാം.
പ്രീത. എന്റെ അമ്മയുടെ പി. നായർ. ഓക്കെ. ചേന, ചൊറിയണ ചേന. ചൊറിയണ ചേന ആ, അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ. തരത്തില്ല, അങ്ങനെ തരത്തില്ല. നല്ല പച്ചക്കറി വരട്ടെ. ഉം, ചൊറിയൻ ചേന ഞാൻ തന്നെ ആവാം. നീ തന്നെയാണ്. ആ. പാലഭിഷേകമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പാല് പാലനിമോള്. നല്ല വെളുത്ത് സുന്ദരിയായിരിക്കുന്നുണ്ട്. ഇനി പഴം, വെറും പഴം അല്ല, ഞാൻ തന്നെ എടാ പഴം, നീ പഴത്തിന് നമുക്ക് 2 ആയിട്ട് ചെയ്യാം. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ മുന്നേ പഴം കഴിച്ചാൽ നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കാം. പിന്നെ ഇല്ല, ഞാൻ ഉദ്ദേശം അതല്ല. അതിന്റെ- സോറി കേട്ടോ. ഓക്കെ കേട്ടോ. ഓക്കെ. ശരി. പഞ്ചസാര. പഞ്ചസാര അപ്സര ചേച്ചിനെ ഒന്ന് പറയടാ. പറയും. ആ, അതങ്ങ് ഞാനത് എന്റെ മനസ്സിലുണ്ട്. ആ, വേറെ ഏതൊക്കെ ഉണ്ട്? ഇനി ഉപ്പും കൂടെ ഉള്ളൂ. ഉപ്പും കൂട്ടിയിട്ടുള്ള ആ. പഞ്ചസാര അപ്സര ചേച്ചി. ആ, ഉപ്പ് എല്ലാത്തിലും വേണം. അപ്പം ഉപ്പില്ലാണ്ട് കറി വെച്ച ടേസ്റ്റ് ഉണ്ടായിരിക്കുമോ? അത് നിശാന ചേച്ചി നോക്കാം. നിശാന ചേച്ചി. ഈ വട്ടത്തെ സീസണിൽ ആരും അങ്ങനെ ഉപ്പ്, ഈ സീസണിൽ ആരെങ്കിലും ഉണ്ടോ ഉപ്പ്? എല്ലാത്തിലും വേണം. രേണുസുതി ചേച്ചി ആയാലോ, ആകാം. പുള്ളി എല്ലായിടത്തും ഉണ്ട്. പാടി പാടി പറന്ന് ആയിക്കോട്ടെ. നടക്കുന്നുണ്ട്. രേണു ചേച്ചിയും നിശാന ചേച്ചി. നിശാന അതിന്റെ ചേച്ചി. ഒരു കുറവ് വേണ്ട. ഓക്കെ. അപ്പൊ നെവിന് ബിഗ് ബോസിൽ പോവാൻ ഒരു ഇൻസ്പിറേഷൻ ആയത് ഞാനാണെന്ന് പറഞ്ഞു. മീൻസ് നിനക്കറിയാവുന്ന ഒരു ബിഗ് ബോസ് താരം എന്നുള്ള രീതിയിൽ. അപ്പൊ അതുപോലെ എൻ്റെയും വേറെ കുറെ ഫ്രണ്ട്സ് നിന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, നിന്നെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറെ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വേറെ ആരോടെങ്കിലും ഒരു താങ്ക്സ് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓഫ് കോഴ്സ് അതെനിക്ക് അപ്സര ചേച്ചിയുടെ അടുത്ത് മാത്രമാണ്. കാരണം എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴി വേണമല്ലോ. വഴിയില്ലാണ്ട് ഒരു പാലം ഉണ്ടെങ്കിലല്ലേ അപ്പുറത്തേക്ക് എത്താം. എനിക്കിപ്പോൾ നിന്നെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയി കാര്യങ്ങളൊക്കെ ആയിന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആ ഒരു അപ്പുറത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജ് വേണം. അതിന് ഓഫ് കോഴ്സ് എനിക്ക് ഹെൽപ്പായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് നിന്നത് അപ്സര ചേച്ചി മാത്രമാണ്. അപ്സര ചേച്ചി ഒരു പക്ഷേ എന്നെ എന്താ പറയുക, ആ ഒരു സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ബിഗ് ബോസിൽ എനിക്ക് എത്തില്ല. കാരണം നമുക്ക് ഇപ്പം സെലക്ഷൻ്റെ ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് എത്തിയത്. അപ്പോൾ എങ്കിൽ പോലും ആ ഇന്റർവ്യൂവിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളൊരു മാർഗം അത് ഓഫ് കോഴ്സ് അത് അപ്സര ചേച്ചിയാണ് എനിക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എത്ര ലെവലിൽ എത്തിയിട്ടാണെങ്കിൽ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ആഗ്രഹങ്ങളാണ് മൂവിയിൽ അഭിനയിക്കാം. എങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണ് ബിഗ് ബോസിൽ ഏഷ്യാനെറ്റ് പിന്നെ ഒരു ചാൻസ് തന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റിയത്. അപ്പം പക്ഷെ പലരും ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പം ഒരു വ്യക്തിനെ കണ്ടിരുന്നു, അവർ പറഞ്ഞു എനിക്ക് ഈ ബിഗ് ബോസ് എന്നുള്ള പേര് എൻ്റെ ഇതിൽ നിന്ന് മാറ്റണം, അതിനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്, എനിക്കൊരു ബിഗ് ബോസ് എന്ന് അറിയപ്പെടണ്ട എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെ നെവിൻ ഭാവിയിൽ പറയോ? നമ്മളെപ്പോഴും നമ്മളെ ഒരു ഫേമസ് ആക്കിയത് നമുക്കൊരു ചോറ് തന്നത് അതാണ്. നമ്മൾ അതിലുള്ളിലുള്ള ചില പോരായ്മകളൊക്കെ നമ്മൾ ഞാൻ പറയുന്നത് എനിക്ക് ബിഗ് ബോസ് ആ ഷോയിന് ഞാൻ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ആ ഷോയിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതാണ് എന്റെ പോയിന്റ്. ആ ഷോ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇല്ല. പക്ഷെ പലരും അതിന് പറയുന്നില്ല, ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അത് ഞാൻ ചിന്തിക്കില്ല. ഞാൻ പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ഷോയിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു വേ കാണിച്ചു തന്നത് അപ്സര ചേച്ചിയാണ്. അപ്പോൾ താങ്ക്സ് ടു അപ്സര ചേച്ചി. ഇപ്പം എന്താ പറയാ, ചെറിയ സൗന്ദര്യ പണങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിലുണ്ട്. കാരണം അതിപ്പോ എല്ലാവരും നമ്മൾ ഇന്നലെ ബ്ലോക്ക് ചെയ്ത് അൺബ്ലോക്ക് ചെയ്ത് അത്രേ ഉള്ളൂ. ബർത്ത്ഡേക്ക് ഞാൻ എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാത്തതിന് ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ അതെ അൺബ്ലോക്ക് ചെയ്ത് ഇവിടെ എടാ ഇത് ക്യാമറയിൽ കിട്ടുമല്ലോ അല്ലേ ഈ നിൽക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു എടാ. ഓ മറ്റേ ഇപ്പം പണ്ട് ഉമ്മയായിരുന്നു, ഇപ്പൊ ഇങ്ങനെ അങ്ങനെയായിരുന്നു. ബർത്ത്ഡേ സമ്മാനാണോ? എനിക്ക് തരാൻ പറ്റിയ സമ്മാനം. എടാ ഇത് ഓ ഇതപ്പോ ഞാന് ഇതും തൂക്കിയിട്ടായിരിക്കും ഞാൻ ഇനി മലേഷ്യക്കൊക്കെ പോകേണ്ടത് അല്ലേ? ഓക്കെ. ഇത് എനിക്ക് ഓ അതാണല്ലേ ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ അത് തപ്പാൻ നോക്കിയപ്പോ നിനക്ക് എന്തിന്റെ കേടാന്ന് എന്റെ അടുത്ത് ചാട്ടിയത്. ഓക്കെ ഓക്കെ, അത് സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഇത് എനിക്ക് നമ്മുടെ അല്ല ഈ ബാഗ് ഞാൻ ഇനി ഇട്ട് നടക്കുമ്പോ ഞാൻ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും കൂടിയും പറയേണ്ടി വരുമോ? എന്തിനാ അത്? ഇല്ല അല്ലേ? അങ്ങനെ ഉണ്ടോ? അല്ല ഞാൻ ചോദിച്ചതാ. ഇതെനിക്ക് മറ്റേ ക്രിസ്മസിന് ആംഗ്രൂസ് ഗിഫ്റ്റ് ഷോപ്പ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. മറ്റേ ഫ്ലീ മാർക്കറ്റിൽ പോയപ്പോ എനിക്ക് തന്നതാണ്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ നിനക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആയിരുന്നു. അയ്യോ അങ്ങനെയാണെങ്കിൽ നീ തരണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. എന്റെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് നിന്റെയും കൂടി അല്ലേടാ? അങ്ങനെയാണോടാ? അങ്ങനെ നിന്റെ ഐഫോൺ എന്റെയും കൂടി അല്ലേ? അതെ 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 അതെ, ഒബ്വിയസ്ലി. അപ്പൊ തന്നോളൂ. അപ്പൊ ഇന്നതാ
സാധാരണ കോഫി വിത്ത് കരണിലൊക്കെ നമ്മള് ഗിഫ്റ്റ് അങ്ങോട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഇത് ഇതിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. Okay, ഇത് കണ്ടോ, പാട്ട് പാടും അത് പാട്ടൊന്നും പാടത്തില്ല. ക്യൂ ക്യൂ ഇല്ലേ ഉണ്ടാക്കില്ല. ചുമപ്പ്, പച്ച, മഞ്ഞ, നീല, എടാ അത് തരുന്നതിന് മുന്നേ പൊട്ടിക്കല്ലേ. സോറി. പിന്നെ അപ്പൊ സാധാരണ നമ്മൾ അങ്ങോട്ടാണ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ഗസ്റ്റിന്റെ ഇങ്ങോട്ടാണ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. എടാ ഇത് ഇതില് കാണിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു മേടിക്കില്ലല്ലോ. ഇല്ല. ഓക്കെ ഓക്കെ, അപ്പം ഹാപ്പി ബർത്ത്ഡേ അഭിഷേക്. താങ്ക് യു താങ്ക് യു. നോ നോ നോ, ഇറ്റ്സ് ഓക്കെ. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അത് നമ്മുടെ തിരക്കിൽ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്ത് നീ എന്നെ വിഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഒരു സ്റ്റോറി ഇട്ട് ഞാനിങ്ങനെ അയ്യോ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു, അത് കണ്ടില്ലല്ലേ. അപ്പൊ പിന്നെ സെയിം ഞാൻ അതൊക്കെ ചെയ്തു. ഞാൻ അപ്പൊ തന്നെ ഒരു സ്റ്റോറി അങ്ങോട്ട് ഇട്ടു. ഫ്രണ്ട്ഷിപ്പ് എന്താണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കില്ല നമ്മുടെ ബെസ്റ്റ്, അങ്ങനെ ഒരു സാധനം. എന്നിട്ട് ഞാൻ റൂമിൽ 2 മണിക്കൂർ അടച്ചിരുന്നു. മറ്റേ ബസ്സിന്റെ സൈഡിൽ കൂടെ ഫീലിംഗ് ലോൺലി. നമ്മൾ ഈ ലോകത്ത് ആരും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഫീലിംഗ് #black മറ്റേ എന്താ ബ്ലാക്ക് ഡേ. അയ്യോ DP അപ്പൊ തന്നെ നമ്മൾ ബ്ലാക്ക് അങ്ങോട്ടാക്കും. പിന്നെ ബ്ലോക്ക് ചെയ്യണോ നിർബന്ധ. പക്ഷെ എന്നാലും എനിക്ക് 2 നമ്പർ ഉള്ളതുകൊണ്ട് ഒരെണ്ണം ഞാൻ ബ്ലോക്ക് ചെയ്തു. അതെ, ഇത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും. അൺബ്ലോക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, നമ്മുടെ അപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞങ്ങൾ അങ്ങനെ പലതും കാണിക്കും. നിങ്ങൾ ആരും കയറിയിട്ട് ഇടപെടൽ അവസാനം നിങ്ങൾ ശശിയാകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. അതിൽ നമ്മൾ അത്യാവശ്യം ബിഗ് ബോസിലെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. നെവിൻ്റെ ഭാവി പരിപാടികൾ എന്താണെന്നും കൂടി ഒന്ന് പറയാമോ? ഇനി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉടൻ വരാൻ പോകും? ഇപ്പോൾ ഉടൻ ഒരു ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സീരിയലിൽ വരുന്നുണ്ട് അല്ലേ, ഫാമിലി സംതിങ്. ഇല്ല, അത് ഞാൻ ഒരു 1 എപ്പിസോഡ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ മൂവീസ് ഉണ്ട്. മൂവീസിന് എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ നല്ലത് നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല. മൂവി അങ്ങനെ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷമാണ് എല്ലാവരും പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പം ട്രൈ ചെയ്ത് നോക്കുന്നതിൽ നല്ലൊരു ബാനറിൽ വരുവാണെങ്കിൽ എന്തായാലും ചെയ്യും അല്ലേ? അതെ. പിന്നെ എൻ്റെ നമ്മളുടെ ഐബാവൻ അത് മറന്നെടുക്കാണ്, നമ്മുടെ കുട്ടിയാണ്. അപ്പോൾ ഐബാവൻ, പിന്നെ എൻ്റെ ഒരു ഡിസൈനർ, ഒരു ഗിഫ്റ്റിംഗ് സാധനങ്ങളെല്ലാം ഒരു മനീഷ് മൽഹോത്ര പറയുന്നത് പോലെ നെവിൻ കാപ്രീഷ്യസ് ദ അൾട്ടിമേറ്റ് ഡിസൈനർ എന്നുള്ള ലേബലിൽ ഞാൻ ഡിസൈനിങ്ങിന്റെ എല്ലാ അവസാന വാക്യം നമ്മുടെ കേരളത്തിന്റെ മനീഷ് മൽഹോത്ര. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് നെവിൻ ഫോർ കമ്മിങ്. അപ്പോൾ ഇനി വിചാരിച്ചെല്ലാം നടക്കട്ടെ. ഇനി ബിഗ് ബോസ് ഹിന്ദിയിലും, ബിഗ് ബോസ് മാത്രമല്ല അതിനുപരി വലിയ വലിയ ഷോസിലൊക്കെ വരട്ടെ നമ്മൾ രണ്ടുപേരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോഫി വിത്ത് അഭിഷേകിൽ നമ്മൾ വേറൊരു സാധനം കൂടി കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഫി മഗ്ഗിൽ പോകുന്ന ഗസ്റ്റ് എല്ലാം ഒരു വിത്ത് ലവ് ഒരു സിഗ്നേച്ചറും ചെയ്യണം. അപ്പോൾ നമ്മുടെ ലോഞ്ച് എപ്പിസോഡിലെ ഫസ്റ്റ് ഗസ്റ്റ് നെവിനാണ്. നെവിൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്തോളൂ. നെവിൻ കുടിച്ച കപ്പും കൂടിയാണ് അല്ലേ? നമുക്ക് സ്പോൺസർഷിപ്പ് വരണ്ടേ? ഓക്കെ ഓക്കെ. ഓ നൈസ് നൈസ് നൈസ്. ഒന്ന് ഫേസ് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ബൈ ബൈ.